ജിൻഡോയെ സംബന്ധിച്ച് ഓരോരുത്തരോടും എന്ത് പറയണമെന്ന് ജിൻഡോ നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഋഷിയുടെ അമ്മ വന്നപ്പം ഋഷിയെ പിടിച്ച് മറിച്ചിട്ടതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ജിൻഡോ വന്നായിരുന്നു. അങ്ങനെ ഓരോരുത്തരും ക്ഷമ ചോദിക്കുവാനും തൻ്റെ തെറ്റുകൾ തുറന്ന് സമ്മതിക്കാനും ഒക്കെ ജിൻഡോ തയ്യാറാകുന്നു. അത് ജിൻഡോയുടെ ഒരു ഗെയിം തന്നെയായിരിക്കും. അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. പക്ഷേ അത് ചോദിക്കാനുള്ള, അത് ഓർത്ത് വെച്ച് ചോദിക്കാനുള്ള ജിൻഡോയുടെ പാഠമുണ്ടല്ലോ, അത് സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. ഇപ്പം ജിൻഡോയുടെ റസ്മിൻ്റെ സഹോദരൻ വന്നു കഴിഞ്ഞപ്പം ജിൻഡോ പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ നിങ്ങളുടെ നാടിനെ പറ്റി അനാവശ്യമായിട്ട് സംസാരിച്ചു, അതിന് ക്ഷമ ചോദിക്കുന്നു. അവിടെ ആ നാട്ടിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്. ആ ഗെയിമിൻ്റെ എന്തോന്ന് ഞാൻ പറഞ്ഞതാണ്, അതങ്ങ് വിട്ട് കളയണം, ക്ഷമിക്കണം എന്ന് പറയുന്ന ജിൻഡോയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ജിൻഡോയുടെ സഹോദരൻ പറയുന്നു, അതൊന്നും കാര്യമില്ല, അത് അന്നേരം വിട്ട് കളഞ്ഞു, നിങ്ങൾ ഗെയിമിൽ ശ്രദ്ധിക്കൂ, അതൊന്നും ഒരു വിഷയമല്ല എന്ന് പറയുന്ന സഹോദരനെയും കണ്ടു. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്നു, ജിൻഡോയുടെ റസ്മിൻ്റെ സഹോദരൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിൻഡോയാണ്, റസ്മിൻ്റെ മുഖത്ത് നോക്കി പറയുന്ന സഹോദരനാണ്. അപ്പം ജിൻഡോയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആദ്യമേ വന്നപ്പം ജിൻഡോ ബ്രോ ഇന്ത്യ എന്ന് തിരക്കുന്ന സഹോദരനെ നമ്മൾ കണ്ടു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴുണ്ടല്ലോ, റസ്മിൻ്റെ തന്നെ കിളി പോയി, ശ്രീധുവിൻ്റെ കിളി പോയി, ബാക്കി എല്ലാ മത്സരാർത്ഥികളുടെയും കിളി പോയ അവസ്ഥയിലാണ്. പക്ഷേ ജാസ്മിൻ്റെ ഫാമിലി ജിൻഡോയായിട്ട് അത്ര അടുക്കാൻ വേണ്ടി ശ്രമിച്ചില്ല.